കൃഷ്ണ ഇന്ന് പ്രഭു ക്ലിയർ ആവുന്നില്ല പ്രഭു. കേൾക്കുന്നില്ല പ്രഭു. ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കാമോ മാതാജി? സൗണ്ട് കേൾക്കാം ഇല്ലല്ലോ പ്രഭു, നമുക്ക്. കേൾക്കാം. കേൾക്കാമല്ലേ? കേൾക്കാം. ഇനി ഒന്ന് ചെയ്യണ്ട. എന്ത്? ഹരേ കൃഷ്ണ. ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപിചന വല്ലഭ ജയ ഗിരിവരധാരി ജയ ഗോപിചന വല്ലഭ ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജജന രഞ്ജന യശോദനന്ദന വ്രജജന രഞ്ജന യമുന തീരാവനചാരി യമുന തീരാവനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹിരം എൻ കൃപതമാഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം ശ്രീ ചൈതന്യമീശ്വരം ശ്രീ പരമാനന്ദ മാധവം. ജാതസ്യ ധ്രുവോ മൃത്യോ ധ്രുവം ജന്മ മൃത്യുസ ച തസ്മാത് പരിഹാരേ അർത്ഥേ ന ത്വം ശോചിതുമർഹസി. ജാതസ്യ ധ്രുവോ മൃത്യുർധ്രുവം ജന്മ മൃത്യുസ ച തസ്മാത് പരിഹാരേ അർത്ഥേ ന ത്വം ശോചിതുമർഹസി. ജാതസ്യ ധ്രുവോ മൃത്യുർധ്രുവം ജന്മ മൃത്യുസ്യ ച തസ്മാദ പരിഹാരേ അർത്ഥേ ന ത്വം ശോചിതുമർഹസി.
വാക്കർത്ഥം വായിക്കാം. ഈ നിശ്ചയമായും ജാതസ്യ ജനിച്ചവന് മൃത്യു മരണം ധ്രുവ ഹരേ കൃഷ്ണ പ്രഭു കേൾക്കുന്നില്ല. ഭാവാർത്ഥം. ജീവിതത്തിൽ താൻ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് ഒരാൾക്ക് ജന്മമെടുക്കേണ്ടി വരുന്നു. ആ കർമ്മങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ അടുത്ത ജന്മമെടുക്കേണ്ടി വരും. അടുത്ത ജന്മമെടുക്കാൻ വേണ്ടി മരിക്കുകയും വേണം. ഇപ്രകാരം ഒരാൾ ഒന്നിനു പിറകെ ഒന്നായുള്ള ജന്മമരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് മോചനമില്ലാതെ ഉഴലുന്നു. ഇത് അനാവശ്യമായ യുദ്ധത്തെയോ വധത്തെയോ സാധൂകരിക്കുന്നില്ല. എങ്കിലും മനുഷ്യ സമൂഹത്തിൽ നീതിപാലനത്തിനു വേണ്ടി യുദ്ധവും ഹിംസയും ഒഴിച്ചുകൂടാനാവാതെ വരുന്നു. കുരുക്ഷേത്ര യുദ്ധം ഈശ്വരകൽപിതമാകയാൽ അനിവാര്യമാണ്. നീതിക്ക് വേണ്ടിയുള്ള സമരം ക്ഷത്രിയ ധർമ്മവും അത്രേ. സ്വധർമ്മവും നിറവേറ്റേണ്ട അർജുനൻ ബന്ധുക്കളുടെ മരണത്തെപ്പറ്റി ഖേദിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതെന്തിന്? ഈ നിയമം അർജുനൻ ലംഘിക്കാൻ പാടില്ല. ലംഘിച്ചാൽ അർജുനൻ വളരെയധികം ഭയപ്പെട്ടുന്ന അതേ പാപപ്രതികരണങ്ങൾക്ക് തന്നെ അദ്ദേഹം വിധേയനാകും. തന്റെ ശരിയായ കർത്തവ്യം നിർവഹിക്കാത്തത് കൊണ്ട് മാത്രം ബന്ധുജനങ്ങളുടെ മരണം തടയാൻ അർജുനന് സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല, തെറ്റായ കർമ്മപഥം തിരഞ്ഞെടുത്തത് കൊണ്ട് അദ്ദേഹം തരം താഴ്ന്നു പോവുകയും ചെയ്തേനെ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധൂഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ സംഘർഷണ്ഡാസധികാരി നാമിനേ. നമോ പ്രഭുപാദനുഗ പ്രേമമൂർത്തി കൃപാത്മനെ ഗൗരദേശ വികാസാർത്ഥ ഉത്തമഭക്തി വർഷിണി. ഈ അധ്യായത്തിൽ നിന്നുള്ള ശ്ലോകമാണിത്.
ഇത് പ്രധാനമായും ഹരേ കൃഷ്ണ. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അർജുനന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്തെന്നാൽ ഗുരുസ്ഥാനത്തുള്ള ദ്രോണാചാര്യരെയും വൈഷ്ണവ പിതാമഹനെ പോലുള്ള ആചാര്യ തുല്യരായ ബന്ധുക്കൾ ജനങ്ങളെയും ആയിരക്കണക്കിന് പുരുഷന്മാരെയും കൊല്ലുക വഴി സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിപത്ത് അടുത്ത തലമുറയിൽ തന്നെ വർണ്ണസങ്കരം ഉണ്ടാകുമെന്ന് ആശങ്കപ്പെടുകയാണ്. രക്ഷയ്ക്കായി പുരുഷന്മാർ ഇല്ലാത്ത അവസ്ഥയിൽ ത്തിന്റെ അച്ചടക്കവും മതാചാര്യങ്ങൾക്കാനും സങ്കരമായി തീരുമോ എന്നുള്ള പേടിയാണ്. എനിക്ക് അറിയാൻ കഴിയുന്നില്ല. എൻ്റെ മനസ്സങ്ങയുടെ ശിഷ്യനായി കരുതി വേണ്ടതായ ഉപദേശം ദയവായി തരണമെന്ന് അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുന്നു. ഇവിടെ അർജുനൻ ഭഗവാന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു പാകത്തിലായിരിക്കുകയാണ് അർജുനൻ. കാരണം ഒരു ശിഷ്യൻ ഗുരുവിനിൽ നിന്ന് ദീക്ഷയെടുത്ത് അറിവ് നേടാൻ ശ്രമിക്കുമ്പോൾ ആ ഗുരുവിന് അർഹതമായ ബഹുമാനവും എല്ലാം കൊടുത്തുകൊണ്ട് ഒരു ശിഷ്യൻ വരുന്ന സമയത്ത് ആ ശിഷ്യനും ഒരു ശിഷ്യനാകുന്നതിനുള്ള അർഹത നേടണം. അതനുസരിച്ചാണെങ്കിൽ ഇപ്പോഴാണ് ഞാൻ ഏറ്റവും വലിയ പറ്റിയൊരു സമയം അർജുനനെ സംബന്ധിച്ചോളം. അർജുനൻ തന്നെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എന്ത് വേണമെന്ന് എനിക്കറിയില്ല, ഏതാണ് തെറ്റാണ് എന്നറിയുന്നില്ല. എല്ലാം കൊണ്ട് വളരെ സങ്കീർണമായ അവസ്ഥയിൽ കുഴഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഭഗവാനോട് പറയുന്നത്. കാരണം ഇത്രയും നാള് ഭഗവാനെ ഒരു സുഹൃത്തായിട്ട് മാത്രമാണ് അർജുനൻ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിനെ ഒരു ഗുരുവായി കാണാനും ആ ഗുരുവിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇതിനകത്ത് ഇപ്പോഴും പറഞ്ഞതിൻ്റെ അർത്ഥം. ഹരേ കൃഷ്ണ. പ്രഭു ഒഴിച്ച് വേറെ ആരും കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. വിവരമല്ല പ്രഭു, ഒന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല പ്രഭു, കേൾക്കുന്നില്ല. പ്രഭു എവിടെന്നാ സംസാരിക്കുന്നത്? തിരുവനന്തപുരം ആണോ?
അതെ പ്രഭു, അതെ അതെ അതെ. കിട്ടുന്നുണ്ടല്ലേ? ആ, ദേവിമാജി, ഫോളൊന്നും വിളി- ദേവിമാജി കേൾക്കുന്നുണ്ടോ? മാജി? കേൾക്കാം. ദേവിമാതാജി കേൾക്കാം, പറഞ്ഞാൽ മതി. ആ, ശരി ശരി. രണ്ട് 18 ഭഗവാൻ പറയുന്നു, ഈ ഭൗതിക ദേഹത്തിന് പ്രത്യാനം പോയോ? രണ്ട് 18 ഭഗവാൻ പറയുന്നു, ഈ ഭൗതിക ദേഹത്തിന് നാശമുള്ളൂ, അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്, അപരിമേയനും നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അർജുന, നീ യുദ്ധം ചെയ്യൂ. അദ്ദേഹം രണ്ടാം അധ്യായത്തിൽ 20ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും പറയുന്നു, ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല, അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും ശാശ്വതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. എന്തെന്നാൽ ആത്മാവിനെ സമ്മർദ്ദത്തിൽപ്പെടുത്താനോ അല്ലെന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ ഡയറക്ഷൻ കൊടുക്കാനോ ഒന്നും കാലത്തിന് സാധിക്കുന്നില്ല. ഇവിടെ കാലത്തിന്റെ സ്വാധീനത്തിലല്ല ആത്മാവുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മാവിന് ഒരു വ്യത്യാസവും വരുന്നില്ല. കാലം കൊണ്ട് ആത്മാവിന് ഒരു വ്യത്യാസവും വരുത്താൻ സാധിക്കുകയില്ല. കാരണം ഭൗതികമായ കാര്യത്തിൽ മാത്രമേ കാലത്തിന് പ്രാധാന്യമുള്ളൂ. ആത്മീയമായ കാര്യത്തിന് കാലത്തിന് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ട് 24 ഭഗവാൻ പറയുന്നു, ജീവാത്മാവിനെ ദഹിപ്പിക്കാനോ മുറിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയുകയില്ല. ശാശ്വതനും സർവത്ര ഗമിക്കാനും കഴിവുള്ളവനും പരിണാമങ്ങൾക്ക് അതീതനും അചഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ്. കാരണം ആത്മാവിന് ഏതെങ്കിലും രീതിയിൽ തീയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇന്ധനങ്ങളോ ഉപയോഗിച്ചോ ദഹിപ്പിക്കാനോ ഒന്നും സാധിക്കുകയില്ല. അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് എത്ര മൂർച്ചയുള്ള വാൾ വെച്ചായാലും പോലും മുറിക്കാനും സാധ്യമല്ല. വെള്ളം കൊണ്ട് നനയ്ക്കാനോ കുതിർക്കാനോ സാധ്യമല്ല. സൂര്യരശ്മി കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ കാറ്റുകൊണ്ടോ ഉണക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അത് ശാശ്വതനും സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനുമാണ്. അതിന് ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതിന് പ്രത്യേക വാഹനത്തിന്റെ ഒരു ആവശ്യമില്ല. പരിണാമങ്ങൾക്ക് അതീതനാണ്. കാരണം ഭൗതികമായ വ്യത്യാസങ്ങൾ വരുത്താൻ സാധ്യമല്ല. അചഞ്ചലനും നിത്യനുമാണ്, എന്നും നിലനിൽക്കുന്നതുമാണ് ഈ ആത്മാവ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവാൻ പറയുന്ന നമ്മളെല്ലാം ശാശ്വതമായി ജീവിക്കുന്നവരാണ്. ഈ അനശ്വരത്വം ഈ ജീവിതത്തിലെ മാത്രമല്ല, അത് തുടർന്നുള്ള ജീവിതത്തിലും തുടർന്നുകൊണ്ടിരിക്കും. ഓരോ ജീവിതത്തിലും ആത്മാവിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. കാരണം അത് കാലത്തിനനുസരിച്ച് മാറുന്നില്ല. പക്ഷേ നമ്മുടെ ശരീരം കാലത്തിന്റെ പ്രവർത്തനത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതകാലത്തിൽ 6 വിധത്തിലുള്ള പ്രധാനമായ വ്യത്യാസം ശരീരത്തിൽ ഉണ്ടാകുന്നു. ആദ്യം പ്രത്യക്ഷമാകുന്നില്ല, പിന്നെ പ്രത്യക്ഷമാകുന്നു, വീണ്ടും അപ്രത്യക്ഷമാകുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ പല വിധത്തിലുള്ള രാസപദാർത്ഥങ്ങൾ കൂടി അതിന്റെ ഭൗതികമായ മെറ്റീരിയൽസിൽ കൂടി യോജിച്ച് വരുന്ന ജീവി വർഗങ്ങളിൽ അത് മരണപ്പെടുമ്പോൾ പിന്നെ ആ ഭൗതികമായ കാര്യങ്ങൾ, മാറ്റേഴ്സ് എല്ലാം തന്നെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു. പിന്നെയും അടുത്ത ജീവിവർഗത്തിൽ വരുമ്പോൾ അത് പിന്നെയും പ്രത്യക്ഷമാകുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിന് വരുന്ന 6 ഭൗതിക പ്രവർത്തനം ബീജവും
അണ്ഡവുമായി യോജിച്ച് പൂർണ്ണമായി മാറുന്നു. അവിടെ ഗർഭസ്ഥ ശിശുവായി തുടരുന്നു. കുഞ്ഞായി ഭൗതിക ലോകത്തിൽ വരുന്നു. കൗമാര അവസ്ഥയിൽ വളരുന്നു. യുവത്വത്തിലേക്ക് വീണ്ടും വളരുന്നു. അതിനുശേഷം വാർദ്ധക്യത്തിലേക്കും ജഡാനരകൾ ബാധിച്ച് രോഗാവസ്ഥയിലേക്കും പ്രവേശിക്കുന്നു. ഈ വാർത്തത്തിലെ ഈ പഴകിയ വസ്ത്രം ഉപേക്ഷിച്ചു പോകാൻ ആത്മാവ് തീരുമാനിക്കുന്നു. ആ അവസരത്തിൽ ഈ ശരീരം ആത്മാവ് ഉപേക്ഷിക്കുമ്പോൾ ശരീരം നശിക്കുന്നു. ആത്മാവിന്റെ വിവിധ തരത്തിലുള്ള കഴിവുകൾ കാരണം ശരീരത്തിനെ അഗ്നിയിൽ ദഹിപ്പിക്കുവാൻ ശരീരത്തിനെ അഗ്നിയിൽ ദഹിപ്പിക്കുമ്പോൾ ആത്മാവ് നശിക്കുന്നില്ല. അത് കർമ്മത്തിനനുസരിച്ച് വേറൊരു ദേഹം നേടുന്നു. ആത്മാവിനൊപ്പം പരമാത്മാവ് ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും മുൻ നിശ്ചയപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നു. മുൻ ജന്മത്തിലെ കർമ്മവും ജന്മവാസനയും അനുസരിച്ച് പുതിയ ശരീരം ആത്മാവിന് കിട്ടുന്നു. വീണ്ടും ജന്മമരണ ചക്രത്തിൽ പെട്ടു പോകുന്നു. വീണ്ടും കാലത്തിനനുസരിച്ച് ഈ ചക്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇനി അർജുനൻ ഇതിൽ വിശ്വാസമില്ലെങ്കിൽ, നിരീശ്വരവാദികളുടെ തത്വശാസ്ത്രമാണ് ഇഷ്ടമെങ്കിൽ അതിനും കുഴപ്പമില്ല എന്നാണ്. എന്താണ് നിരീശ്വരവാദികളുടെ തത്വശാസ്ത്രം? ആത്മാവ് ശരീരത്തോടൊപ്പം മരിക്കുന്നു എന്നും അതിന് ഒരു തുടർച്ചയില്ല, അതായത് പുനർജന്മം ഇല്ല എന്നും അവർ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അർജുനൻ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ആത്മാവിന് പുനർജന്മം ഇല്ലെങ്കിൽ അതിൽ നിന്ന് അർജുനന് ഒരു ഭാവഭയവും വേണ്ടതില്ല. ഭഗവത്ഗീത 2:25 എന്താണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത്? അദൃശ്യനും അചിന്ത്യനും മാറ്റമില്ലാത്തവൻ ആത്മാവ്. ഇതറിയുന്നത് കൊണ്ട് നീ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കരുത്. അദൃശ്യനും അചിന്ത്യനും മാറ്റമില്ലാത്തവനാണ് ആത്മാവ്. ഇതറിയുന്നത് കൊണ്ട് നീ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കരുത്. സാധാരണ രീതിയിൽ ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇത് ശാസ്ത്രത്തിന്റെയും ഗുരുവിന്റെയും സാധുവിന്റെയും സഹായം ആവശ്യമാണ്. നമുക്ക് പ്രകൃതി നിയമങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധ്യമല്ല. നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും നടക്കുന്നത് ഓരോ ദൃക്സാക്ഷികളുടെയും മുന്നിലായിരിക്കും. സൂര്യനെയും ചന്ദ്രനെയും മറച്ചുകൊണ്ട് ഇവിടെ ഒരു കർമ്മവും ചെയ്യാൻ സാധിക്കുകയില്ല. പരമാത്മാവിനെ മറച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും നടക്കുകയില്ല. ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ഇത് മനസ്സിലാക്കും. ജന്മം എടുത്തവന് മരണം സുനിശ്ചിതം തന്നെ എന്നുള്ള സത്യം ഉൾക്കൊള്ളാൻ മനുഷ്യന് പലപ്പോഴും സാധിക്കുന്നില്ല. മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ജനനത്തിനും മരണത്തിനും ഇടയിൽ വളരെ വളരെ സമയം കുറവാണെന്ന് തിരിച്ചറിയുന്നില്ല. ഒരു പിടി ചീറ്റിപ്പുല്ലിന് വേണ്ടി പ്രഭാതം മുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കഴുതകളെ പോലെയാണ് ചില മനുഷ്യർ. വെള്ളവും തീറ്റയും കിട്ടാതെ സന്ധ്യയാകുമ്പോൾ വായിൽ കൂടി പതയും നിറയുമെന്ന് തളർന്നു വീഴുന്ന കഴുതകളെ പോലെയാണ് ഭൗതികത്തിൽ 24 മണിക്കൂറും ബന്ധിതനായ ആളുകൾ. തന്റെ യജമാനെ തൃപ്തിപ്പെടുത്താൻ അവർ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് കിട്ടിയ അമൂല്യ സ്വത്തായ മനുഷ്യജന്മത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ സമയമില്ല. ഓരോ ചുവടുവയ്പിലും അപകടം പതിയിരിക്കുന്ന ഈ ഭൗതിക ജീവിതത്തിൽ മരണഭയം ഏറ്റവും പ്രധാനമാണ്. മരണഭയത്തെ അതിജീവിക്കുവാൻ
എന്താണ് മാർഗമെന്ന് അന്വേഷിക്കുന്നവർ ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ നാളുകളെപ്പറ്റി വിഷമിക്കാതെ ഇനിയുള്ള നാളുകളിൽ സർവവും വാസുദേവനാണെന്ന് മനസ്സിലാക്കാനുള്ള സമയം കണ്ടെത്തുക. വേദഗ്രന്ഥങ്ങളും പഠിക്കുകയും ഭഗവത്ഗീത, ഭാഗവതം എന്നീ മഹത്തായ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും നിത്യമായും ഭാഗവതം പാരായണം ചെയ്യുകയും ചെയ്യണം. കലിയുഗധർമ്മമായ ഹരിനാമ കീർത്തനം ആണ് ഈ യുഗത്തിൽ ഒരേ ഒരു വഴി. ശ്രീലപ്രഭുപാദർ പറയുന്നത് ജീവിതം എന്നുള്ളത് ഒരു തയ്യാറെടുക്കലാണ്. മരണസമയമാണ് അതിൻ്റെ പരീക്ഷ. അത് എപ്പോഴും ഓർത്തിരിക്കണം. തൻ്റെ യജമാനൻ യഥാർത്ഥത്തിൽ തൻ്റെ യജമാനൻ ആരെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിൽ 9-ാമത്തെ പ്രശസ്തമായ ശ്ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു: ജന്മകർമ്മ ച മേ ദിവ്യമേവം യോ വേത്തി തത്ത്വാ ദേഹം വിനർജന്മ നൈതി മാമേതി സോ അർജുന. അല്ലയോ അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. അവർ ശാശ്വതമായ എൻ്റെ ലോകത്തിൽ എത്തുന്നു. ഒരിക്കൽ കൂടെ പറയാം: അല്ലയോ അർജുന, എൻ്റെ ജനനത്തിൻ്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. അവർ ശാശ്വതമായ എൻ്റെ ലോകത്തിൽ എത്തുന്നു. പരപുരുഷന്റെ പ്രത്യക്ഷ ഭാവത്തെ കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചവർ ഭൗതിക ബന്ധത്തിൽ നിന്ന് വിമുക്തരായി കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ചാൽ ഉടൻ തന്നെ അവർക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരാം. ശ്വേതോശ്വതരോപനിഷത്ത് 3.8 ഇങ്ങനെ പറയുന്നു: പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അറിയുന്നത് കൊണ്ട് മാത്രം ജനനമരണങ്ങളിൽ നിന്ന് തികച്ചും മുക്തനാകാം. ഈ പൂർണ്ണത നേടാൻ മറ്റൊരു വഴിയില്ല. ശ്രീകൃഷ്ണൻ പരമപുരുഷനായ ഭഗവാനാണെന്ന് അറിയാത്തവർ നിശ്ചയമായും തമോ ഗുണബാധിതരാണ്. അല്ലാതിരിക്കാൻ വഴിയില്ല. അതുകൊണ്ട് അയാൾക്ക് എളുപ്പത്തിൽ മുക്തി ലഭിക്കുകയുമില്ല. ഇത് മനസ്സിലാക്കി അറിവോടെയും വിശ്വാസദാർഢ്യത്തോടെയും കൃഷ്ണബോധം വളർത്തിയെടുത്ത് സമ്പൂർണത കൈവരിക്കണം. ഭഗവത്ഗീത 2-ാമത്തെ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. 13-ാമത്തെ ശ്ലോകമാണ്: ദേഹിനോ ആസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെപ്പറ്റി സംഭ്രമം ഉണ്ടാവുകയില്ല. ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീലപ്രഭുപാദർ പറയുന്നത് ഭീഷ്മ ദ്രോണാദികളുടെ മരണത്തെ ചൊല്ലി അർജുനൻ വിലപിക്കേണ്ടതില്ല. മറിച്ച് പഴകിപ്പോയ ശരീരങ്ങൾക്ക് പകരം പുതു ചൈതന്യം ഉൾക്കൊള്ളുന്നവയെ അവർ സ്വീകരിക്കുവാൻ കഴിയുമെന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്നാണ്. കാരണം ഈ ജന്മം കഴിയുമ്പോൾ അവർക്ക് പുതിയ ജന്മം കിട്ടുന്ന സമയത്ത് അവർക്ക് പുതുവസ്ത്രങ്ങളും കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ അവർ അണിഞ്ഞിരിക്കുന്ന ഈ വസ്ത്രങ്ങളെക്കുറിച്ച് അർജുനൻ ഒട്ടും വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഇതിൽ പ്രഭുപാദർ പറയുന്നത്. ഇതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഈ 2-ാം അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകത്തെ കുറിച്ച് ഈസ് ഗ്രേസ് ചൈതന്യ ചരൺ ദാസിന്റെ ഒരു പ്രഭാഷണം കേൾക്കുകയുണ്ടായി. അതിനകത്ത് നിന്ന് എടുത്തിരിക്കുന്ന ചില വരികളാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ സാന്ത്വനപ്പെടുത്താനായിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും ഭഗവാൻ പറയുന്നത് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല എന്നാണ്. ഈ 2-ാമത്തെ അധ്യായത്തിൽ
ഇത് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. 2:25 നാനു സോചിതു മർഹസി, 2:26 നൈനം സോചിതു മർഹസി, ഇവിടെ 2:27 നാത്വാം സോചിതം അർഹസി. ഇതിന്റെ എല്ലാം ആശയവും ഒന്ന് തന്നെ. എന്തെന്നാൽ അർജുനൻ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹ, ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹ. ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മരണവും നിശ്ചയമത്രേ. ധ്രുവം ജന്മ മൃതസ്യ ച, ഒരാൾ മരിച്ചാൽ തീർച്ചയായും അയാൾക്ക് ജനനവും ഉണ്ടാകും. തസ്മാത് അപരിഹാരേ അർത്ഥേ, അതുകൊണ്ട് ഒഴിവാക്കാൻ സാധിക്കാത്ത കർത്തവ്യം ചെയ്യുന്നതിൽ ജ്ഞാത്വം ശോചിതം അർഹസി, നീ വ്യസനിക്കേണ്ടതില്ല എന്നാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് മരണം എല്ലാവർക്കും ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ മരണശിക്ഷ എന്നത് നമുക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുക? സ്വാഭാവികമായും നമ്മൾ ഇത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ നിരന്തരം ആ യഥാർത്ഥത്തിന്റെ നിഷേധിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. എങ്ങനെയായാലും മരണം സുനിശ്ചിതമത്രേ. മരണം വളരെ ദൂരെയാണ്, അല്ലെങ്കിൽ ഏതോ വളരെ ദൂരെയുള്ള ഒരു അജ്ഞാത സ്ഥലത്താണെന്നാണ് നമ്മൾ എപ്പോഴും കരുതുന്നത്. പക്ഷെ നമ്മുടെ വളരെ അടുത്ത് ഒരാൾ മരിക്കുമ്പോൾ നമ്മുടെ മായയിൽ നിന്നും പെട്ടെന്ന് ഉണരുന്നു. നമ്മൾ മായയിൽ നിന്നും പെട്ടെന്ന് ഉണരുന്നു, പക്ഷെ പിന്നെയും മായയിൽ പെട്ടുപോകുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, മരണം എന്നത് ദൂരത്ത് നിൽക്കുന്ന ഒരു സംഭവമല്ല, പിന്നെയോ നമ്മുടെ ഓരോ ഹൃദയമിടിപ്പിലും നമ്മളുടെ മരണത്തിനടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ ശ്വാസത്തിലും ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനത്തിന്റെയും വാതിലും ഓരോന്നായി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു തുടർച്ചയായ പ്രവർത്തനം കൂടെയാണ്. പക്ഷെ ഇതോടൊപ്പം ഏത് നിമിഷവും ആകസ്മികമായി മരണം സംഭവിക്കാനും ഇടയുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു സംഭവമാണ്. പഹൽഗാമില് അവിടെ വിനോദയാത്രയ്ക്ക് പോയ 26 പുരുഷന്മാര് അവരുടെ കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ വെടിയേറ്റ് മരിച്ചു വീഴേണ്ടി വന്നു. അത് തീവ്രവാദികൾ ചെയ്ത ഒരു കൊടുംപാതകമാണ്. ഇത് വളരെ ആകസ്മികമായി ഉണ്ടായ കാര്യമാണ്. കാരണം അത് ആ മരിച്ച് വീഴുന്നതിന് തൊട്ട് മുമ്പ് വരെ അവർ വളരെയധികം സന്തോഷത്താൽ അവരുടെ കുടുംബങ്ങളോടൊത്ത് ഇത്രയും ദൂരെ വന്ന് മനോഹരമായ സ്ഥലങ്ങളിൽ നിന്ന് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് മരണം അവരെ തട്ടിയെടുത്തുകൊണ്ട് പോയത്. അത് അത്രയും ആകസ്മികമായിട്ടാണ്. അന്നേരം ഓരോ ശരീരത്തിന്റെ ഓരോ അവയവവും അതിന്റെ പ്രവർത്തനത്തിൽ മന്ദത വരികയും ജീർണിക്കുകയും ചെയ്ത് വളരെ സ്ലോ ആയിട്ട് പതുക്കെ മരണം എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും, അതുപോലെ തന്നെ ആകസ്മികമായ മരണം സംഭവിക്കാനും ഇടയുണ്ട്. ഇത് രണ്ടും നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ പ്രധാന ചോദ്യം, മരണം നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് പദ്ധതിയിടുന്നത്? ഉദ്ദേശശുദ്ധിയോടെ നമ്മുടെ ബോധമണ്ഡലത്തെ ആത്മീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കണം. ഏറ്റവും പ്രധാനം, ജനനമരണ ചക്രം എന്ന ഈ സംസാര ചക്രത്തിന്റെ മുകളിലേക്ക് നമ്മൾ ഉയരണം. ഇതാണ് മരണത്തെ ജയിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗം. ഇതിനുള്ള പരിശീലനമാണ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ ശരണം പ്രാപിച്ച് ഈ സംസാര ചക്രത്തിൽ നിന്നും മോചനം നേടാം. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തിൽ കുറിച്ച് ഇത്രയും ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ആരെങ്കിലും ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി ചെയ്യുക. ഹരേ കൃഷ്ണ.
താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഇടയ്ക്ക് ആദ്യം ഇച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു പ്രഭു, പിന്നെ ഫോൺ മാറ്റിയപ്പോൾ ക്ലിയർ ആയി പ്രഭു, പ്രശ്നമൊന്നുമില്ലായിരുന്നു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യാം പ്രഭു. അതെ, ക്ലോസ് ചെയ്യാം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. രാധേജീവൻ പ്രഭു. ഹരേ കൃഷ്ണ. രാധേജീവൻ പ്രഭു ഉണ്ടോ? ഹരേ കൃഷ്ണ. പ്രഭു കേൾക്കുന്നുണ്ടോ? രാധേജീവൻ പ്രഭു.